പഞ്ചാബ് കിങ്സിനെ പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു തങ്ങളുടെ ആദ്യ IPL കിരീടം സ്വന്തമാക്കി. അഹമ്മദാബാദിൽ വെച്ച് നടന്ന ഫൈനലിൽ 6 റൺസിനായിരുന്നു കോഹ്ലിയുടെയും കൂട്ടരുടെയും വിജയം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് അയക്കപ്പെട്ട ബംഗളൂരു ബാറ്റിംഗ് നിരയുടെ പക്വമായ പ്രകടനത്തിന്റെ മികവിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 190 എന്ന സ്കോർ പടുത്തുയർത്തി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ പഞ്ചാബിന് നിശ്ചിത ഓവറുകളിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 184 എന്ന സ്കോറിലെത്താൻ മാത്രമേ സാധിച്ചുള്ളൂ. 2025 സീസൺ IPL കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്. 191 എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ പഞ്ചാബ് കിങ്സിന് കാലിടറിയപ്പോൾ ആഹ്ലാദ കണ്ണീർ അണിഞ്ഞത് കോഹ്ലി ഉൾപ്പെടെയുള്ള താരങ്ങൾ മാത്രമല്ല. ഈ സാല കപ്പ് നമ്മുടെ എന്ന പ്രതീക്ഷയിൽ 2 പതിറ്റാണ്ടോളം ടീമിനായി ആർപ്പു വിളിച്ച കോടിക്കണക്കിന് ആരാധകരും ഡിവില്ലിയേഴ്സ്, ഗെയിൽ എന്നിവരുൾപ്പെടുന്ന മുൻ താരങ്ങളുമായിരുന്നു. നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ അത്ര വലുതൊന്നുമല്ലാത്ത 191 എന്ന ലക്ഷ്യത്തിലേക്കുള്ള പഞ്ചാബിന്റെ യാത്രയിൽ തടസ്സമായി വന്നു നിന്നത് മാൻ ഓഫ് ദി മാച്ച് കൃണാൽ പാണ്ഡ്യയുടെയും ഭുവനേശ്വർ കുമാറിന്റെയും ബൗളിംഗ് മികവാണ്. പഞ്ചാബിന് വേണ്ടി 61 റൺസ് നേടി ശശാങ്ക് സിംഗ് പുറത്താകാതെ പൊരുതി നിന്നപ്പോൾ ബാറ്റിംഗ് നെടുംതൂണായ നായകൻ ശ്രേയസ് അയ്യറിന് നിർണായക മത്സരത്തിൽ അടിപതറി. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ബംഗളൂരുവിന് തുണയായത് കോഹ്ലി അടക്കമുള്ളവരുടെ സമചിത്തതയോടെയുള്ള ബാറ്റിംഗ് ആണ്. കോഹ്ലി 41 റൺസോടെ ടോപ്പ് സ്കോററായപ്പോൾ പുറത്തായ ബാക്കിയുള്ള 8-ൽ 6 ബാറ്റ്സ്മാൻമാരും 2 അക്കം കടന്നിരുന്നു. രജത് പട്ടീദാർ കിരീടത്തിൽ മുത്തമിടുന്ന ആദ്യ ബംഗളൂരു നായകനായപ്പോൾ ടൂർണമെന്റിലെ മികച്ച കളിക്കാരനുള്ള അവാർഡ് മുംബൈയുടെ സൂര്യകുമാർ യാദവ് സ്വന്തമാക്കി.